സ്മാർട്ട് സിറ്റിയുടെ ഭാവി അനിശ്ചിതത്വത്തിലായതോടെ സ്ഥലം ഇൻഫോ പാർക്ക് ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇൻഫോ പാർക്ക് ഫേസ് 3-ക്കായി 246 ഏക്കർ ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം. സൈഫുനിസ അലിയാറിന്റെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനം സ്മാർട്ട് സിറ്റി പ്രഖ്യാപിക്കുമ്പോൾ IT മേഖലയിലുള്ളവരെല്ലാം വലിയ പ്രതീക്ഷയിലായിരുന്നു. കാരണം ഒരു മിനി ദുബായിയായി ഈ മേഖല മാറും, അല്ലെങ്കിൽ കാക്കനാട് മാറും, കൊച്ചി സിറ്റി മാറും എന്ന പ്രതീക്ഷയിലായിരുന്നു IT മേഖലയിലുള്ളവർ എല്ലാവരും ഉണ്ടായിരുന്നത്. 246 ഏക്കറുള്ള ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭൂമിയിൽ 10 വർഷം മുമ്പ്, അതായത് 2004 കൂടിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 2014 കൂടിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 2016 ഇപ്പോൾ ഈ കാണുന്ന ആദ്യ കെട്ടിടം പൂർത്തിയായി. ഇതാണ് സ്മാർട്ട് സിറ്റി നേരിട്ട് പണിത കെട്ടിടം. പിന്നീട് 2 കെട്ടിടങ്ങൾ മാത്രമാണ് ഈ ഭൂമിയിൽ വന്നിട്ടുള്ളൂ. ബാക്കി കാണുന്ന കണ്ണായ സ്ഥലം മുഴുവൻ ഏക്കർ കണക്കിന് സ്ഥലം കാട് മൂടിക്കിടക്കുന്ന സ്ഥിതിയിലാണ്. ഇനി നമ്മൾ കാണേണ്ടത് ഈ സ്ഥലമല്ല, ഈ സ്ഥലത്തിന് നേരെ ഓപ്പോസിറ്റ് എന്താണ് എന്നുള്ളതാണ്. അതായത് ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ ഇത് ഒരു റോഡാണ്. ഈ റോഡിനപ്പുറം കാണുന്നതാണ് നമ്മൾക്ക് അഭിമാനമായ ഇൻഫോ പാർക്ക് ഫേസ് 1. ഇത്രയും കാലം കൊണ്ട്, വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വലിയ രീതിയിൽ ലാഭത്തിലാവുകയും ഒരുപാട് ആഗോള ഭീമന്മാരായ കമ്പനികളെയും എല്ലാം തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുവരാൻ വഴിയൊരുക്കുകയും ചെയ്ത ഇൻഫോ പാർക്ക് ഫേസ് 1 ആണിത്. ഈ ഫേസ് 1-നൊപ്പം ചേർക്കാവുന്ന ഒരു വലിയ ഭൂമിയാണ് ഇപ്പോൾ ഈ രീതിയിൽ അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്നത്. അതായത് 13 വർഷം കഴിഞ്ഞപ്പോൾ 10,000 എംപ്ലോയീസിനെ പോലും അകത്തേക്ക് കയറ്റാൻ കഴിയാതെ അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ കാണുന്നത്. ഫേസ് 1-ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫേസ് 1 വലിയ രീതിയിൽ സ്ഥല പരിമിതി അനുഭവിക്കുന്നുണ്ട്. കേരയിലിന്റെ സ്റ്റേഷൻ അടക്കം ഇൻഫോ പാർക്കിന് സമീപത്തേക്ക് വരുന്നു. അപ്പോൾ കൂടുതൽ ഈ സ്ഥലപരിമിതി രൂക്ഷമാകും. അത്തരം ഘട്ടത്തിലൊക്കെ നിൽക്കുമ്പോഴാണ് ഇവിടെ വലിയ രീതിയിൽ നിക്ഷേപം നടത്തിയ, സ്മാർട്ട് സിറ്റിയിൽ വലിയ രീതിയിൽ നിക്ഷേപം നടത്തിയ കമ്പനികളടക്കം തന്നെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇപ്പോൾ ടീകോം ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുന്നത്. അതായത് 90,000 പേർക്ക് 10 വർഷം കൊണ്ട് ജോലി നൽകും എന്ന് പറഞ്ഞെടുത്താണ് ഇപ്പോൾ 10,000 പേർക്ക് പോലും ജോലി നൽകാനാകാതെ ടീകോം ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത്. അങ്ങനെയെങ്കിൽ ആരാണ് ഇതിന്റെ കുറ്റവാളികൾ, ആരാണ് ഇതിന്റെ തെറ്റുകാർ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് സംസ്ഥാന സർക്കാരിന് ഈ കഴിഞ്ഞ 13 വർഷത്തിനിടെ എപ്പോഴെങ്കിലും രീതിയിൽ ഇതിനെപ്പറ്റി കൃത്യമായ ഒരു ആലോചനകളോ ചർച്ചകളോ, ഈ പദ്ധതി എങ്ങനെ മുന്നോട്ട് പോകുന്നു, എവിടെ വീഴ്ച സംഭവിക്കുന്നു, നിർമ്മാണം കൃത്യമായ ഘട്ടത്തിലാണോ, ഈ പറയുന്ന ഓരോ വർഷത്തിലും ടാർഗറ്റ് ചെയ്യേണ്ട മൈൽ സ്റ്റോണുകൾ ടാർഗറ്റ് ചെയ്തോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അച്ചീവ് ചെയ്തോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തേണ്ടത് സംസ്ഥാന സർക്കാരായിരുന്നു. പക്ഷെ സംസ്ഥാന സർക്കാർ അന്ന് കരാറൊപ്പിട്ട ഫയൽ അടച്ചപ്പോൾ കണ്ണടച്ച സർക്കാർ ഇപ്പോഴും ആ കണ്ണ് തുറന്നിട്ടില്ല. ഇപ്പോൾ ഈ ടീകോം കമ്പനി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുമ്പോൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു സ്മാർട്ട് സിറ്റി കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. അതായത് ഇത്രയും വലിയൊരു ഭൂമി, ഇത്രയും ഉപകാരപ്രദമായ ഒരു ഭൂമി ഒരു രീതിയിലും ഉപയോഗിക്കാതെ ഈ 13 വർഷം സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പല കമ്പനികളും ഇപ്പോൾ സ്മാർട്ട് സിറ്റി വിട്ട് ഇൻഫോ പാർക്കിലേക്ക് മാറുന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. നമുക്ക് ഇൻഫോ പാർക്കിൽ ഒരു ജീവനക്കാരൻ കൃപേഷ് നമ്മുടെ ഒപ്പമുണ്ട്. എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് നോക്കാം. കാരണം കൃപേഷ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇൻഫോ പാർക്ക് ഫേസ് 2-ലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ ഇൻഫോ പാർക്ക് 500-ലധികം മൾട്ടിനാഷണൽ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. 70,000 IT ജീവനക്കാരും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇൻ അഡീഷൻ 180-ഓളം പുതിയ കമ്പനികൾ ഇൻഫോ പാർക്കിലേക്ക് വരാനുള്ള സന്നദ്ധ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫോ പാർക്കിൽ IT ജീവനക്കാർ റിക്വസ്റ്റ് എന്നുള്ള ഇതിനെ കാണുന്നത് ഇൻഫോ പാർക്ക് ഫേസ് 3-യുടെ ഭാഗമാക്കി ഈ പ്രൊജക്റ്റിനെ മാറ്റണം. അതുകൊണ്ട് കൂടുതൽ കമ്പനികൾ വരാനുള്ള സാഹചര്യം. നിലവിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് 246 ഏക്കർ ഫേസ് 3-ക്കായി ഏറ്റെടുക്കണമെന്നതാണ് ഇപ്പോൾ സൈഫുനിസയോട് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. നമ്മളങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ.